ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഉൽപ്പത്തി പുസ്തകം എന്ന വിഷയത്തിൻ്റെ 8ാമത്തെ സെക്ഷൻ പ്രവേശിക്കാനായിട്ട് ദൈവത്തിനെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ സെക്ഷനിൽ 18ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ ധ്യാനിച്ചു. ഇന്ന് നാം 19ാം അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യം മുതൽ നമ്മുടെ ചിന്ത തുടരുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിൽ ആയിരിക്കാം. 19ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്നുള്ളത് നമുക്കറിയാം. സോദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ വിട്ട് ജീവിക്കുന്ന മനുഷ്യന് ദൈവം ആ ദേശത്ത് മാനസാന്തരപ്പെടുവാൻ അവസരങ്ങൾ കൊടുക്കുന്നു. പക്ഷേ മനുഷ്യൻ മാനസാന്തരപ്പെടാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവനിൽ വരികയും ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ വെളിപ്പെടുത്തുന്നതുമാണ് ഈ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ടതായ വിഷയം എന്നുള്ളത്. അവിടെ അതേസമയം തന്നെ കാരുണ്യവാനായ ദൈവം ഇവിടെ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാനായി ശ്രമിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ തുടങ്ങുന്നതിനിടെ ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോത്ത് സോതോം പട്ടണത്തിലിരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞു നമസ്കരിച്ചു. അബ്രഹാമിൻ്റെ കൂടെ കുറേ കാലം ജീവിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം. അവരെ കണ്ടപ്പോൾ തിരിച്ചറിയാനും അവരെ ശുശ്രൂഷിപ്പാനുള്ളവരുടെ മനസ്സ് ലോകത്തിനുമുണ്ടായെന്നുള്ളതാണ്. അല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ യുവദാസന്മാരാരെങ്കിലൊക്കെ വരുന്ന പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞുങ്ങൾ ഓടിപ്പോയി അവിടെ ഇരിക്കുന്ന പൈസ എടുത്തു വന്ന് കൈപ്പിടിച്ച് നിൽക്കും. ആ ദേവദാസന്മാർ പോകുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് അവർ ചെറുപ്പത്തിൽ ഞങ്ങളില്ലായ്മയിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടതുകൊണ്ടാകാം അവർ ആ കാര്യം ചുവനടയായിത്തീരും. ഇന്നും എൻ്റെ വീട്ടിലാരെങ്കിലും വരുമ്പോൾ അവരോട് ഇന്ന് സാമ്പത്തികം മുഴുവൻ അവരെ കൺട്രോളിലായതുകൊണ്ട് അവരോട് ചോദിക്കുമ്പോൾ അവരത് അവരുള്ള നന്മയ്ക്കനുസരിച്ച് വിവിധം തരികയും ഇന്നും അങ്ങനെ ദാസന്മാരെ മാനിപ്പാനായി കർത്താവ് കൃപ വന്നിരിക്കുന്നു. ഞാൻ പറയാൻ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയണം. ദാസന്മാരെ മാനിക്കുന്നത്, അവരെ ശുശ്രൂഷിക്കുന്നത് ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരത് ചെയ്യുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ദേവദാസന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് പകരമായിട്ട് അത് കുഞ്ഞുങ്ങളെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് കൊടുപ്പിച്ചാൽ അവർക്ക് ഒരു ശീലമായി തീരും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ഇവിടെ ലോകത്തും ആ നിലകളിലൊക്കെ അവരെ വീട്ടിൽ വിളിച്ച് കൊണ്ടുവരുന്നു, ശുശ്രൂഷിക്കാൻ വരിക. അവനെതിരേറ്റു നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പിൻ, കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുക എന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കും എന്നവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും അപാലവൃതം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു. ഈ രാത്രി നിൻ്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ബുഹിക്കണനെ എൻ്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുക എന്ന് അവരോട് പറഞ്ഞു. ലോത്ത് വാതിൽ അവരുടെ അടുക്കൽ ചെന്ന് പുറത്ത് ചെന്നു കതക് അടച്ചും വെച്ചു. സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുതേ. പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടുക്കള പുറത്തു കൊണ്ടുവരാം.
നിങ്ങൾക്ക് ബോധിച്ച പോലെ അവരോട് ചെയ്തു കൊള്ളുവീൻ, ഈ പുരുഷന്മാരുടെ മാത്രമൊന്നും ചെയ്യരുതേ, ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിന് നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു. മാറി നിൽക്കുക എന്ന് അവർ പറഞ്ഞു. ഇവന് ഒരുത്തൻ പരദേശിയെ വന്നു പാർക്കുന്നു, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ എടുത്തു. അപ്പോൾ ആ പുരുഷന്മാർക്കായി പുറത്തേക്ക് നീട്ടി ലോത്തിന് നിങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു. വാതിലുണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃദ്ധം അന്ധത പിടിപ്പിച്ചു. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്നു വിഷമിച്ചു. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരും ഉണ്ടോ? മരുമക്കളോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും, നശിപ്പിക്കാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ലോത്ത് ഇന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് സ്ഥലം വിട്ട് പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നെന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി. ഷുസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നിന്ന് നശിക്കാതിരിക്കാൻ എഴുന്നേറ്റിൻ്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവർ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. അവരെ പുറത്തു കൊണ്ടതിന് ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്ത് നിൽക്കുകയുമരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്കടിയനോട് കൃപ തോന്നിയല്ലോ, എൻ്റെ ജീവൻ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ ഈ പട്ടണം സമയമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതാകുന്നു, ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറിയതല്ലോ എന്ന് നല്ല എനിക്ക് ജീവരക്ഷ ഉണ്ടാകും. ഞാൻ അവനോട് എക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു, നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ച് കളയുകയില്ല, ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകാം, നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവാർ എന്ന് പേരായി. ലോകത്ത് സോവാറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവ സോദോമിൻ്റെയും ഗോമോരയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി പുതുണായി ഭവിച്ചു. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. സോദോമിനും ഗോമോരയ്ക്കും ആ പ്രദേശത്തെ സ്ഥലത്തേക്കിനും നേരെ നോക്കി. ദേശത്തിലെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തെ വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ കോപം ജോലിക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞു. ദൈവവ്യവസ്ഥ വിട്ട് ജീവിച്ച മനുഷ്യനോട് ദേശം നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ലോത്തിനെ അവിടെ നിന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ലോത്തിൻ്റെ പുത്രിമാരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചായ മരുമക്കളായി ആകാൻ പോകുന്നവരോട് പോയിട്ട് ലോത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർക്കിത് കളിയായിട്ട് തോന്നി. അതുകൊണ്ട് സംഭവിച്ചു, അവരമ്മായപ്പൻ്റെ വാക്ക് കേട്ടില്ല. അതുകൊണ്ട് അവരും നശിപ്പിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പലപ്പോഴും ഒരിക്കൽ മരണമുണ്ട്, പിന്നെ ന്യായവിധിയുണ്ട്, ദൈവം മനുഷ്യൻ ന്യായം വിധിക്കുന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് പറയുന്നവരെ പുച്ഛിക്കുന്ന ആളുകളുണ്ട്. സുവിശേഷകരെ പരിഹസിക്കുന്നവരുണ്ട്, സുവിശേഷകരെ ഉപദ്രവിക്കുന്നവരുണ്ട്. ഓർക്കേണ്ട കാര്യം, നിങ്ങളിത് ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും ദൈവിക സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധികളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും വെളിപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മാനസാന്തരപ്പെടുവാൻ ദൈവം ഒരു അവസരം തരികയാണ്. നിങ്ങൾ പാപിയാണെന്നും പാപത്തിന് ശിക്ഷയുണ്ടെന്നും പാപത്തിന് ശിക്ഷയിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെന്നും ആ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് പാപങ്ങളേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മകനായി തീരാമെന്നും ദൈവത്തിൻ്റെ മകളായി തീരാമെന്നും അങ്ങനെ നിത്യശിക്ഷയിൽ നിന്നും രക്ഷപ്രാപിക്കാമെന്നുള്ളതായ സന്ദേശം ലോകത്തിൻ്റെ വിവിധ മുക്കിലും മൂലകളിലും വിവിധ ഭാഷകളിൽ ഇങ്ങനെ തുടർമാനമായ വിവിധ മാധ്യമങ്ങളിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം തോന്നാറുണ്ട്. പക്ഷേ സത്യം അംഗീകരിച്ചാൽ, വിശ്വസിച്ചാൽ, അതനുസരിച്ചാൽ നമുക്ക് വിടുതലുള്ള കാര്യം മറന്നു പോകരുത്. അല്ലെങ്കിൽ ഇതാ നഷ്ടപ്പെട്ടു പോകുന്നതിടയായിത്തീരും. ഇവിടെ ലോകത്തിനോട് പറഞ്ഞൊരു പ്രത്യേക പദമുണ്ട്,
നീ എൻ്റെ 22-ാം വാക്യം 19-22 നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സർവശക്തനായ ദൈവം തന്നിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി എന്താ പറയുക, തൻ്റെ ശക്തിയും തൻ്റെ കോപവും അടക്കി നിൽക്കുന്ന കാര്യം കാണുന്നുണ്ട്. അവനോട് മലയിലേക്ക് ഓടിപ്പോകാൻ പറഞ്ഞു. എനിക്ക് മലയിൽ ഓടിക്കയറാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത പട്ടണത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ദൈവം അത് സമ്മതിച്ചു. അവനെ ഓടുമ്പോൾ തമ്പുരാൻ അവിടെ ചെന്ന് അവൻ സംരക്ഷിക്കുന്ന സ്ഥലത്ത് എത്തുവോളം തമ്പുരാൻ ക്ഷമയോടെ കാത്തിരിക്കുക. നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് കാണിക്കുന്ന കരുതലിനെ ഓർക്കണം. നമ്മൾ കാണിക്കുന്ന ക്ഷമയെ നമ്മൾ ഓർക്കണം. നമ്മുടെ സ്നേഹത്തെ നമുക്ക് ഓർക്കണം. അതുകൊണ്ട് നിശ്ചയമായും ദൈവകൽപ്പന അനുസരിച്ചും ദൈവത്തെ സേവിപ്പാനും മേൽപ്പിച്ചു കൊടുക്കുക. ദൈവകോപത്തിന് പാത്രങ്ങളെ തീരാതെ ഇതിൻ്റെ കരുണയ്ക്ക് പാത്രങ്ങളെ തീരുവാനായിട്ട് ജീവിതത്തെ സമർപ്പിക്കാൻ കർത്താവ് നമ്മൾ സഹായിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, ലോകത്തോടൊപ്പം ഓടിയതാണ് ലോകത്തിൻ്റെ ഭാര്യ. മരുമക്കൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവരവിടെ പെട്ടുപോയി. എന്നാൽ ലോകത്തിൻ്റെ കൂടെ ഓടിയതാണ് ഭാര്യ. പക്ഷേ പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് ഒരു തിരിഞ്ഞോട്ടം ഉണ്ടായി, പുള്ളിക്കാരിയും പെട്ടുപോയി. നമുക്ക് വേണമെങ്കിൽ ഈ ആളുകളെ നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിച്ച് നോക്കാം. ന്യായവിധി ഉണ്ട് എന്നൊക്കെ അറിയുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ഒരു കൂട്ടരുണ്ട്, സുവിശേഷത്തെ പുച്ഛിച്ച് തള്ളുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ വേണമെങ്കിൽ നമുക്ക് ആ ലോകത്തിൻ്റെ മരുമക്കളുടെ ഗണത്തിൽപ്പെടുത്താം, അല്ലേ? പറഞ്ഞപ്പോൾ കളിയായി തോന്നി, അവർ വിശ്വസിച്ചില്ല, അവർ പെട്ടുപോയി. ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച് ഓടി ഇറങ്ങി തിരിച്ച പുള്ളികളിൽ കൊടുത്തപ്പെടുത്താണ് ആര്? ലോകത്തും കുടുംബം. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ കൽപ്പന ലംഘിച്ചു, അല്ലേ? അതാരാണ്? ലോകത്തിൻ്റെ ഭാര്യ. പുറകോട്ട് റിവേഴ്സ് ഗിയറായി. ഇതങ്ങനെയുള്ളവരുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ നിന്നതിന് ശേഷമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്മാറിപ്പോയ ആളുകളുമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഒരുപക്ഷെ ഇതെല്ലാം കേൾക്കുമ്പോൾ കളിയാണ്, തമാശയാന്ന് തോന്നുന്ന ആളുകളും ഉണ്ടാകാം. ഒരുപക്ഷെ ഇത് കേട്ടിട്ട് അനുസരിച്ച് ഇറങ്ങി തിരിച്ച ശേഷമായിട്ട് പിന്നീട് പിന്മാറിപ്പോയ ആളുകളും ഉണ്ടായിരിക്കാം. വിശ്വസിച്ച ആത്മരക്ഷ പ്രാപിച്ചവരുണ്ടായിരിക്കാം. നിങ്ങൾ ഏത് നിലവാരത്തിൽ എത്തിയിരിക്കുന്ന ശാന്തമായി ചിന്തിച്ച് എവിടെയെങ്കിലും ക്രമീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ, മാനസാന്തരം ആവശ്യമാണെങ്കിൽ, അനുതാപമായ ഏറ്റുപറച്ചിലും ആവശ്യമാണെങ്കിൽ നടത്തിയ ദൈവസന്നിധാനത്തിൽ ദൈവമൊരുക്കുന്ന ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടെ നാം ഈ സന്ദേശം മനസ്സിലാക്കി അതിനനുസൃതമായി ദൈവത്തിൻ്റെ കരുണ ലഭിക്കത്തക്ക രീതിയിൽ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന രീതിയിലും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അനന്തരം ലോകത്ത് സോവാർ വിട്ടുപോയി. അവനവൻ്റെ 2 പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു. സോവാറിൽ പാർപ്പാൻ അവൻ ഭയപ്പെട്ടു. അവനവൻ്റെ 2 പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൻ ഇളയവളോട്, നമ്മുടെ അപ്പൻ മൃതനായിരിക്കുന്നു, ഭൂമിയിൽ എല്ലായിടവുമുള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല, വരിക, അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോട് കൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ അകത്ത് നിന്ന് അപ്പനോട് കൂടെ ശയിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല. പിറ്റേന്നാൾ മൂത്തവൾ ഇളയവളോട്, ഇന്നലെ രാത്രി ഞാൻ അപ്പനോട് ശയിച്ചു, നാം അപ്പനെ ഇന്ന് രാത്രി വീഞ്ഞു കുടിപ്പിക്കുക, അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് നീയും അകത്ത് എന്ന് അവനോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയും അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയവൾ ചെന്നു അവനോട് ശയിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല. ഇങ്ങനെ ലോകത്തിൻ്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു. അവനെ മോവാബ് എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള മോവാബ്യർക്ക് പിതാവ്. ഇളയവളും ഒരു മകനെ പ്രസവിച്ചു. അവന് ബെൻ അമ്മി എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള അമ്മൂന്യർക്ക് പിതാവ്. സംഭവിക്കരുതാത്തതായ ഒരു വലിയ പാതകം അവിടെ സംഭവിക്കുന്നതായും കാണാൻ കഴിയുന്നു. പലപ്പോഴും അതിൽ വിട്ടിട്ടുള്ള പല കാര്യങ്ങളും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓർക്കണം. അതെല്ലാം ദൈവിക വ്യവസ്ഥയ്ക്കും ദൈവിക പ്രമാണത്തിനും എതിരായ കാര്യം മറന്നു പോകരുത്.
ദൈവിക വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നാം ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അതെല്ലാം ശാപങ്ങളെ വിളിച്ചു വരുത്തുവാൻ കാരണമായി തീരും. 20-ാം അധ്യായം. അനന്തരം അബ്രഹാം അവിടുന്ന് തെക്കദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. കാദേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗരാറിൽ പരദേശിയായി പാർത്തു. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. ഗരാർ രാജാവായ അബീമേലെക്ക് ആളെ അയച്ചു സാറയെ കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. എന്നാൽ അബീമേലെക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൻ, കർത്താവെ, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ? ഇവൾ എൻ്റെ പെങ്ങളാവുന്നെന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ. അവൻ എൻ്റെ ആങ്ങളെ എന്ന് അവളും പറഞ്ഞു. ഹൃദയപരമാർത്ഥതയോടും കൈയോടെ നിർമ്മലയോടും കൂടെ ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥത്തോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്തിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. ഇപ്പോൾ ആ പുരുഷൻ അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളതൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അറിയിച്ചതു. അബീമേലെക്ക് അധികാലത്ത് എഴുന്നേറ്റ് തൻ്റെ സകല ഭൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു. അവർ ഏറ്റവും ഭയപ്പെട്ട് അബീമേലെക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച് അവരോട്, നീ അവരോട് ചെയ്തത് എന്ത്? നീ എൻ്റെ മേലും എൻ്റെ രാജ്യത്തിന് മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ദോഷം ചെയ്തു? ചെയ്താത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. നീ എന്തുകൊണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തതെന്ന് അബീമേലെക്ക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത്, ഈ സ്ഥലത്ത് ദൈവഭയമില്ല, നിശ്ചയം എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ നിരൂപിച്ചു. വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു, എൻ്റെ അപ്പൻ്റെ മകൾ, എൻ്റെ അമ്മയുടെ മകൾ അല്ലാതാനും. അവൾ എനിക്ക് ഭാര്യയായി. എന്നാൽ ദൈവം എന്നെ എൻ്റെ പിതൃഭവനത്തിൽ നിന്നും പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട്, നീ എനിക്ക് ദയ ചെയ്യണമെന്ന് നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എൻ്റെ ആങ്ങളെന്ന് എന്നെക്കുറിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അബീമേലെക്ക് അബ്രഹാമിനോട് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു. അവൻ്റെ ഭാര്യയായ സാറയെയും അവന് മടക്കി കൊടുത്തു. ഇതെൻ്റെ രാജ്യം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു, നിങ്ങൾക്ക് ബോധിച്ചെടുത്ത് പാർത്തുകൊള്ളുക എന്ന് അബീമേലെക്ക് പറഞ്ഞു. സാറയോട് അവൻ, നിൻ്റെ ആങ്ങളയ്ക്ക് ഞാൻ 1000 വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട്. നിന്നോട് കൂടെയുള്ള എല്ലാവരുടെയും മുമ്പാകെ ഞാൻ ഇത് നിനക്കൊരു പ്രതിശാന്തി, നീ എല്ലാവർക്കും മുമ്പാകെ നീതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യയെ സാറയുടെ നിമിത്തം യഹോവ അബീമേലെക്കിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു. ചെറിയ ചെറിയ കള്ളങ്ങൾ വരുത്തിയിരിക്കുന്ന വലിയ വലിയ അനർത്ഥങ്ങളാണ് ഇവിടെ കാണുന്നത്. പലപ്പോഴും മനുഷ്യൻ ഈ കള്ളം പറയുന്നതിൽ, നുണ പറയുന്നതിൽ വലിയ ഗൗരവം കൊടുക്കാറില്ല. അതേസമയം കൊലപാതകം ചെയ്യുന്ന വലിയ പാപമായിട്ട് കാണാറുണ്ട്, വ്യഭിചാരം ചെയ്യുന്ന വലിയ പാപമായിട്ട് കാണാറുണ്ട്, മദ്യപാനം വലിയ പാപമായിട്ട് കാണാറുണ്ട്, എന്നാൽ മോഷണം വലിയ പാപമായിട്ട് കാണാറുണ്ട്. പക്ഷേ ഈ നുണ പറയുന്ന കാര്യത്തിൽ വലിയ പാപമായിട്ട് അവർ ചിന്തിക്കാറില്ല. ഇവിടെ നോക്കി, ഒരു ചെറിയ കള്ളത്തരം വേണമെങ്കിൽ തന്നെ അർദ്ധസത്യം എന്ന് പറയാം. ആ പറഞ്ഞതിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു, കുറച്ച് നുണയുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഒരു അർദ്ധസത്യമായൊരു കാര്യം പോലും പറഞ്ഞിട്ട് അത് മുഖാന്തരം ഒരു രാജ്യത്തെ രാജാവിനും പ്രജകൾക്കും ഒക്കെ വലിയ അനുഗ്രഹത്തിന് തടസ്സമാക്കുവാൻ കാരണമായി തീർന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉവ്വ് എന്നുള്ളത് ഉവ്വ് തന്നെയായിരിക്കണം. ചിലരില്ലേ, ഒരു കാര്യം ഒരിക്കൽ പറയും, ഇവിടെ മാറ്റി പറയും, അല്ലേ? അത് ഈ നുണ പറഞ്ഞവർക്ക് പ്രത്യേകിച്ചും അവർ ഇപ്പോൾ പറഞ്ഞ കാര്യം കുറച്ച് കഴിയുമ്പോൾ അത് ഓർമ്മ വരില്ല. അപ്പോൾ അത് വേറെ കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മൾ ഈ നുണ പറഞ്ഞ കാര്യം വളരെ സൂക്ഷിക്കുക. ഇതവിടെ ഒരു രാജ്യത്തെ കഷ്ടപ്പെടുത്തുന്നുണ്ട് അവർ ഒറ്റ നുണയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ മാത്രമല്ല, അവരുടെ ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ആ ഒരു നുണ തടസ്സമായി നിന്നുള്ളതാണ്. അവരുടെ വളർച്ചയ്ക്ക് നുണ തടസ്സമായി നിന്നുള്ളതാണ്. എങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കുക. മാത്രമല്ല, ഈ കൊലപാതകം ചെയ്യുന്ന പാപി ഏത് നരകത്തിലാണോ പോകുന്നത്, വ്യഭിചാരം ചെയ്യുന്ന പാപി ഏത് നരകത്തിലേക്കാണോ പോകുന്നത്, അവിടേക്ക് തന്നെയാണ് നുണ പറഞ്ഞ പാപിയും പോകുന്നത് മനസ്സിലാക്കണം. കാരണം നുണ പറഞ്ഞ പാപിക്ക് കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു നരകമൊന്നുമില്ല. ബോഷ്ക്ക് പറയുന്നവന് തീയും ഗന്ധവും കത്തുന്ന തീപ്പിക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു തലമാണ് നമ്മുടെ നാവ് കൊണ്ട് വരുന്ന വാക്കുകൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നില്ലേ, നാവ് ചെറിയ അവയവമെങ്കിലും അത് ജീവചക്രത്തിന് തീ കൊടുക്കുന്നു പറഞ്ഞത്.
നമ്മൾ വളരെ സൂക്ഷിക്കണം. നാവനെ കടിഞ്ഞാനിട്ട് സൂക്ഷിച്ചാൽ വാക്കിൽ പഴയ്ക്കാത്തവൻ സകലത്തിലും രക്ഷപ്പെടുന്നു പറഞ്ഞത്. അപ്പോൾ വാക്കിൽ പഴച്ചവൻ എല്ലാവരും വിട്ടുപോയെന്ന് അർത്ഥം. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അവിടെ ദൈവത്തെ അറിയുന്നവരുടെ ഒരു ഉത്തരവാദിത്വം കൂടെ അവിടെ പറയുന്നുണ്ട്. അവനൊരു പ്രവാചകനാകുന്നു, നീ ജീവനോട് ഇരിക്കണമെന്ന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു ഉത്തരവാദിത്വം ദൈവത്തെ അറിഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മളെല്ലാവോളം സമൂഹത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാം അതും നിർവടിയെ നിവർത്തിക്കുവാനായി കർത്താവ് നമ്മെ ഓർത്തിക്കാൻ സഹായിക്കുമാറാകട്ടെ. 21-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം യഹോവ തന്നെ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. പിന്നെ ഭക്തത്വം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഒരു ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. സാറ അബ്രഹാമിന് പ്രസവിച്ച മകൻ അവൻ ഇസാക്ക് എന്ന് പേരിട്ടു. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തൻ്റെ മകനായ ഇസാക്കിനെ 8-ാം ദിവസം പരിശോധന കഴിച്ചു. തൻ്റെ മകനായ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു. സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആര് പറയുമായിരുന്നു? അവൻ്റെ വാർദ്ധക്യത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചെന്ന് പറഞ്ഞു. പൈതൽ വളർന്നു, മുലകുടി മാറി. ഇസ്ഹാക്കിൻ്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈമദാസിയായ ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസ്യെന്ന് സാറ കണ്ട് അബ്രഹാമിനോട് ഈ ദാസിയും മകനെയും പുറത്താക്കി കളക, ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലൻ്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിനൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും, അവൻ്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് ഹാഗറിൻ്റെ തോളിൽ വെച്ചു. കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കക്കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ചു. അവളുടെ ഹാഗരെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക, ഞാൻ അവനെ വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീറുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടി ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ മിസ്രൈം ദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ 21 വാക്യങ്ങൾ ചിന്തിച്ചപ്പോൾ പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള കാര്യമുണ്ട്. ഒന്ന്, ദൈവം അരുളി ചെയ്തതുപോലെ അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ പ്രവർത്തിപ്പാനിടയായി തീർന്നു. നമുക്ക് തന്നെ ഒരു ഉറപ്പെന്താണ്? നമ്മോടുള്ളൊരു വാഗ്ദത്തം. നമ്മുടെ സാഹചര്യങ്ങൾ എത്രമാത്രം പ്രതികൂലമാണെങ്കിലും ദൈവം പറഞ്ഞത് അതങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് നിന്നോടും എന്നോടും നമ്മുടെ സാഹചര്യങ്ങൾ കഠിനമായിരിക്കുമ്പോഴും പറഞ്ഞ വാഗ്ദത്തങ്ങൾ അവിശ്വസിക്കരുത്. അത് അങ്ങനെ തന്നെ സംഭവിപ്പാൻ ഇടയായിത്തീരും. അതിനുശേഷം നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം ഹാഗറുള്ള ബന്ധത്തിലാണ്. ഹാഗറിനെ ഒരു പാത്രത്തിൽ വെള്ളവും കൊടുത്ത് ഒരു അപ്പവും കൊടുത്തിട്ട് അവിടുന്ന് അബ്രഹാം ഒഴിവാക്കുക അല്ലേ. ഹാഗർ ചെന്നുപോയിട്ട് സ്ഥലം ഹാഗർ ചെന്നിട്ട് സ്ഥലം മരുഭൂമിയാണ്. അവിടുന്ന് വെള്ളവും കഴിഞ്ഞു, അപ്പവും തീർന്നു. ഹാഗർ ഇത് പറയുന്നപ്പോൾ എൻ്റെ കൊച്ചു മരിച്ചു പോകുന്ന ഈ കൊച്ചിൻ്റെ മരണം എനിക്ക് കാണാൻ പറഞ്ഞാൽ ഒരപ്പുറം മാറുന്ന ഉറക്കെ കരയുകയാണ്. വചനം പറയുന്നു അവിടെ ബാലൻ്റെ നിലവിളി ദൈവം കേട്ടു എന്നാ. അബ്രഹാമാണോ? ഹാഗറാണ് അവർക്ക് കരഞ്ഞത്. ഹാഗറാണ് അവർക്ക് കരഞ്ഞതെങ്കിലും കരച്ചു കേട്ടത് ആരെയാ? ബാലൻ്റെയാണ്. എൻ്റെ ചോദ്യം, സത്യത്തിൽ അബ്രഹാമിനാൽ ഇവൾ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കയ്യിലെ വെള്ളവും അപ്പവും തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ വാചകം ഇതാണ്: കുട്ടി ഇപ്പോൾ ഇവിടെ കിടന്ന് മരിക്കും, ഈ മരുഭൂമി കിടന്ന് മരിക്കും. കാരണം വെള്ളവുമില്ല, അപ്പവുമില്ല, ഒന്നുമില്ല. യജമാനനെ ഉപേക്ഷിച്ച് വിടുകയും ചെയ്തു. ഈ കീഴ്ക്കിടക്കാൻ ഇടവുമില്ല. അപ്പോൾ ഈ മരുഭൂമി കിടന്ന് ഈ കൊച്ചു മരിക്കും എന്നവൾ പറയുമ്പോൾ സത്യത്തിൽ അവൾ ഇത് വലിയ തെറ്റുണ്ട്. കാരണം ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ്, ഈ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെയാണ് ദൈവം പറഞ്ഞത്, ഞാൻ ഇവനെ അനുഗ്രഹിക്കും,
ഞാനും എന്നെ വലിയ ജാതിയാക്കും എന്നുള്ള വാഗ്ദത്തങ്ങളെല്ലാം നൽകിയത് ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ്. എന്നാൽ ഇപ്പോൾ കുഞ്ഞ് കുറച്ചും കൂടെ മുതിർന്നു. ഈ നിലയ്ക്കായപ്പോൾ ഹാഗർ ഒരിക്കലും അവരുടെ കുഞ്ഞ് മരിച്ചു എന്നല്ല പറയണത്. എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. അവിടെ കുഞ്ഞ് മരിച്ചു പോകുകയില്ല, ഞാൻ ദൈവപ്പെടുത്തി കാണും. വിശ്വാസത്തോടെ പറഞ്ഞ ഹാഗർ ഇപ്പോൾ നിലവിളിക്കുക. പലപ്പോഴും നമ്മളിതുപോലെയാണ്. നമ്മൾ പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കും. ദൈവം നമ്മൾ അനുഗ്രഹിക്കാമെന്നും ഉയർത്താമെന്നും പറഞ്ഞതായ വാഗ്ദത്തങ്ങളെ മറന്നിട്ട് സാഹചര്യം വെച്ച് നോക്കി നമ്മൾ വെറുതെ നിലവിളിക്കുക. നമ്മൾ പറയാ ഇത് കുഞ്ഞ് മരിച്ചു പോകും, രക്ഷപ്പെടുകയില്ല, അത് ശരിയാവുകയില്ല, അത് അങ്ങനെയാവും ഇങ്ങനെയാവും നമ്മൾ പറയുകയാ. നിന്റെ സാഹചര്യം നമുക്ക് നിലവിളിക്കരുത്. നീ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ വിശ്വസിച്ചോണം. ദൈവം എന്താ പറഞ്ഞത് അത് സംഭവിക്കും. സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ. നീ കുറുങ്കാട്ടിലെത്തിയതോ മരുഭൂമിയിലെത്തിയതോ വെള്ളമില്ലാത്തതോ അപ്പം തീർന്നതോ ഒന്നും വിഷയമല്ല. ദൈവം പറഞ്ഞു എന്നെ അനുഗ്രഹിക്കാൻ പറഞ്ഞാൽ നിശ്ചയം ദൈവം അനുഗ്രഹിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് നമ്മെ സമർപ്പിച്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ദൈവത്തിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അത് നമ്മൾ സാഹചര്യ സമ്മർദ്ദത്താൽ നമ്മൾ പലപ്പോഴും എല്ലാം നശിച്ചു പോയി, എല്ലാം തീർന്നു പോയി, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കരുതുന്ന വ്യക്തിയാണോ? എങ്കിൽ നമുക്ക് വീണ്ടും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചവൻ, സാറയുടെ അസാധ്യതലങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ചവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. ഹാഗറിന് വേണ്ടി, അവളുടെ കുഞ്ഞിന് വേണ്ടി നീതപ്രവർത്തന ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഒന്നിനു കൂടി പുതുവഴി തുറക്കും, നിന്നെ അവനെ അനുഗ്രഹിക്കും. അതുകൊണ്ട് വിശ്വസിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഹൃദയമായി സംസാരിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഒരാത്ത പരിശുദ്ധമ പൂരിപ്പിക്കുമാറാകണമേ. ഈ പഠിതാക്കളെ നീ അനുഗ്രഹിക്കണമേ. ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരെ, ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നവരെല്ലാം കൂടെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുഖാന്തരങ്ങളും നീ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾ പിന്നെയും ഇതിൻ്റെ വചനങ്ങളെ വിശ്വസിച്ച്, ഇതിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ദൈവനാമ മഹത്വനായി നിലകൊള്ളുവാൻ, ദൈവരാജ്യ വ്യാപ്തിക്കാൻ നിലകൊള്ളുവാൻ നമ്മൾ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ നാമം തന്നെ ആമേൻ. ക്ഷമയുടെ സന്ദേശം ശ്രമിച്ചത് നന്ദി പറയുന്നു. ഇവ നിങ്ങളെല്ലാവരെയും ധാരാളമേ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിതാമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറുതും സൂക്ഷിക്കണം. നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ നാളെ മുതൽ അടുത്ത സെക്ഷനിലുള്ള ചില ക്ലാസ്സുകൾ എനിക്ക് അപ്ലോഡ് ചെയ്യുവാൻ കഴിയാതെ വരുന്ന ചെറിയ സാഹചര്യമുണ്ട്. എനിക്കൊരു യാത്രയുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ ഞാനിവിടുന്ന് വിദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ വിദേശത്തേക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ ചെന്ന് നെറ്റിൻ്റെ സംവിധാനമൊക്കെ ഒത്തു കിട്ടിയതിന് ശേഷം മാത്രമേ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞാൻ ഈ മൊബൈൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നതും മൊബൈൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതും മൊബൈലിൽ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും. അതുകൊണ്ട് മൊബൈൽ എനിക്ക് കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല. മൊബൈൽ ഞാൻ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ മെസ്സേജുകൾ കൂടെ പോരുകയാണ്. പക്ഷേ അവിടെ ചെന്ന് എനിക്ക് നെറ്റിൻ്റെ സംവിധാനങ്ങൾ ഒത്തു കിട്ടുന്നില്ല എങ്കിൽ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ നാളെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ലഭിക്കുന്നില്ലെങ്കിൽ ഈ പാഠ്യപദ്ധതി നിർത്തിപ്പോയെന്നാരും ചിന്തിക്കരുത്. നിശ്ചയമായും ഞാൻ 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങി വരും. മടങ്ങി വരുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ആവോളം ശ്രമിക്കും ഇത് അപ്ലോഡ് ചെയ്യുവാനായിട്ട്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. ശുശ്രൂഷയോട് പ്രാർത്ഥിക്കണം. നിശ്ചയമായിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളനുസരിച്ച് ഞാനത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അല്ല മറ്റേതെങ്കിലും നിലകളിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ ക്രമീകരണം ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.